ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ആണ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. സ്കൂൾ അടച്ചിട്ടുള്ള ഒരു ഫസ്റ്റ് ഡേ ആണ്. അപ്പം എനിക്കും കൺഫ്യൂഷൻ, പിള്ളേർക്കും കൺഫ്യൂഷൻ. ഇതെന്താ നമ്മൾ എന്താ പറയുക, സ്ഥിരമായി ഭയങ്കര റുട്ടീനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് സ്കൂളില്ല, കോളേജില്ല, ജോലിയില്ല, ഒന്നും ചെയ്യാനില്ല. അങ്ങനെ പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് ചില്ലൗട്ട് ചെയ്ത് സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡേ ആണ്. ഞാൻ എണീറ്റ് വന്നു. ഈ പറഞ്ഞ എന്താ പറയുക, ജോലിയും കൂലിയൊന്നും ഇല്ലെങ്കിലും വല്ലാത്ത തിരക്ക്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് മാവ് അരയ്ക്കാനൊന്നും നേരമില്ല. അതുകൊണ്ട് ഞാൻ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. ആ കാണിച്ച ആ മാവ് ദോശമാവോ ഇഡ്ഡലി മാവെന്നോ ദോശമാവെന്നാണ് പേര്. പക്ഷെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കും, ഒരു നേരം ഇഡ്ഡലി ഉണ്ടാക്കും, പിന്നെ ദോശ ഉണ്ടാക്കും. കാരണം അത്രയും മാവല്ലെങ്കിൽ നമുക്ക് ചിലവാകാൻ ഒത്തിരി ദിവസം എടുക്കുമല്ലോ. ഞാനും തോമസും ഇഡ്ഡലി ദോശ കഴിക്കാറില്ല, പിള്ളേർക്ക് മാത്രം മതി. അപ്പോൾ എന്തായാലും ഞാൻ ദോശമാവെന്ന പേരിലും ഇഡ്ഡലി ഉണ്ടാക്കും. ഇത്തിരി പുളിപ്പുണ്ടേ. ഈ ഒരു ബ്രാൻഡ് കണ്ടല്ലോ ഞാൻ ഇത് കാണിച്ചപ്പോൾ, അതിൻ്റെ പേരെനിക്ക് അങ്ങനെ ഇപ്പോൾ പറയാൻ ഓർമ്മയില്ല. പക്ഷേ ഞാൻ വീഡിയോയിൽ ആരെങ്കിലും നോക്കുന്നവരുണ്ടെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പുളിപ്പുണ്ട്. ഞങ്ങൾക്ക് പുളിക്കാത്ത ആ ഒരു ഫ്ലേവർ, പുളിക്കാതെ വരില്ലേ, അതാണ് ഇഷ്ടം. പക്ഷേ എന്നാലും നല്ല ചമ്മന്തിയും ഒക്കെ കൂടി കഴിക്കുമ്പം ആ പുളിപ്പ് അത്രയ്ക്കും വലിയൊരു പ്രശ്നമില്ല. നമ്മൾ ഹോട്ടലിലൊക്കെ മേടിക്കുന്ന ഇഡ്ഡലിയുടെ പുളിപ്പുള്ള മാവാണ്. വല്ലപ്പോഴൊക്കെ മേടിച്ച് നമുക്കൊരു എന്താ പറയുക, തിക്കും തിരക്കൊക്കെ ഉള്ളപ്പം ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അരയ്ക്കണ മാവിൻ്റെ ആ ഒരു പുളിയില്ലാത്ത മാവിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ. പക്ഷെ കുറ്റം പറഞ്ഞാലും നമ്മളിത് തീരുന്നവരെ കഴിക്കും എന്തായാലും. ഇത് കഴിഞ്ഞിട്ട് ഞാനത് കലക്കി ദോശയാക്കുവേ. അപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞു തന്ന ടിപ്പുകൾ പരിശീലിച്ച് ഞാനിനി സ്ഥിരമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം ബട്ടർ ഞാൻ മുഴുവനും അച്ചിലോട്ടും തേച്ചു. ഈ ഒരു ഇത് ഇഡ്ഡലിത്തട്ട് ചൂടായതിന് ശേഷമാണ് ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി. പക്ഷെ പക്ഷെ നന്നായിട്ട് വന്നു കേട്ടോ, ഒട്ടിപ്പിടിക്കാണ്ട് വന്നു. അതിപ്പോൾ എൻ്റെ മാവിൻ്റെ കുണം കൊണ്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ ഒട്ടിപ്പിടിക്കുന്നത്. ഇപ്പോൾ വാൾമാർട്ടിൽ നിന്ന് മേടിച്ച മാവാണല്ലോ. ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഞാൻ ഇതുണ്ടാക്കുന്നുണ്ട്, മുട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ എഗ്ഗിൽ പ്രോട്ടീൻ, ഒത്തിരി എഗ്ഗ് കഴിക്കാതിരിക്കാൻ എഗ്ഗ് വൈറ്റ്സ് മാത്രമായിട്ട് കഴിക്കേണ്ട അവസ്ഥ വരുവാണെങ്കിൽ എഗ്ഗും ബാക്കി എഗ്ഗ് വൈറ്റ്സും അങ്ങനെ ആഡ് ചെയ്യും കേട്ടോ. അപ്പം ഇത് തോമസിനൊന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇത് സ്ഥിരമായിട്ട് ഇതൊക്കെ തന്നെയാണ്, അതുകൊണ്ട് എപ്പോഴും കാണിക്കാത്തത്. എഗ്ഗുണ്ട്, പിന്നെ ഇത് ഈ ഗ്രീക്ക് യോഗട്ടും പ്രോട്ടീൻ പൗഡറും പിന്നെ കുറച്ച് ബ്ലൂബെറീസും കൂടെ മിക്സ് ചെയ്തേക്കുന്നതാണ്. അപ്പം ഇതും ഒരു 35 ഗ്രാം പ്രോട്ടീൻ മൊത്തം ആ ഒരു മീലിലുണ്ടാവും. ഇത് രണ്ടും എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പം പിള്ളേരൊക്കെ പതുക്കെ എണീറ്റ് വരുന്നതേ ഉണ്ടാവത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുങ്ങളൊക്കെ 7:15 ഇമ്മാന് സ്കൂളിൽ പോകണ ഇത് പിള്ളേരല്ലേ. അപ്പോൾ അവധി കിട്ടിയപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്ത് പതുക്കെ എണീറ്റാൽ മതി, ആരും വിളിക്കാനൊന്നും നിൽക്കണില്ല. അപ്പോൾ തോമസിന് ആദ്യം നേരത്തെ തന്നെ പോകണം. അപ്പം 7:30 8 മണി അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേന് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ പഞ്ച് ഔട്ടൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പക്ഷേ എന്നാലും സമയത്തെക്കാളും മുന്നേ എത്തും. അപ്പോൾ തോമസ് റെഡിയായി ഇറങ്ങാറായി. അപ്പം ഞാൻ ഇഡ്ഡലി വെച്ചിട്ട് 7 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ട് ഇഡ്ഡലി അടുപ്പത്തിരിക്കണ കാര്യം, വേറെ പണിക്കൊക്കെ പോയിട്ട്. പക്ഷെ നന്നായിട്ട് റെഡിയായി പൊങ്ങി വന്നു. അപ്പം ഞാനതിൻ്റെ മൂട്ടിൽ കുറച്ച് വെള്ളമൊക്കെ തളിച്ചു. എന്താ പറയുക, നിങ്ങളെല്ലാവരും പറഞ്ഞ എല്ലാ ടിപ്പും ഒറ്റ ഇഡ്ഡലി തട്ടി തന്നെ പരിശീലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് അവിടെ തണുക്കാൻ വേണ്ടി വെച്ചു. മാംഗോ എണീറ്റ് വന്നു, പിള്ളേർ എണീറ്റ് വന്നു. അവളതുവഴി നടന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവൾ പാത്രങ്ങളിൽ പോയിട്ട് അങ്ങനെ നോക്കുകയൊന്നും ചെയ്യത്തില്ല. അവളുടെ സ്ഥാനവും മാനവും ഒക്കെ നന്നായിട്ട് അറിയാം. രാവിലെ കുറച്ച് നേരം ഇങ്ങനെ നമ്മളോട് കറങ്ങി നടക്കും, പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ കിടന്ന് അവളുടെ കട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ ഇമ്മാനുവൽ ഇന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പം പുള്ളീനെ ഞാൻ കുക്ക് ചെയ്യാനൊക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ സാധനമൊക്കെ അവൻ അറിയായിരുന്നു കേട്ടോ, അവൻ ആവശ്യത്തിന് കുക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോൾ 7:15 പോകുന്ന കൊച്ചിനെ കൊണ്ട് നമുക്ക് അധികം പണിയെടുപ്പിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ സമ്മറിൽ അവന് നല്ല താല്പര്യമുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന്. പിന്നെ വേറെ ഈ മാംഗോയുടെ സകല കാര്യങ്ങൾ നോക്കണത് അവനാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണോണ്ടൊന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മാംഗോൻ്റെ വിചാരം അവനാണ് ഇവളുടെ ആളെന്നാണ്. ഭയങ്കരമായിട്ടും അവളുടെ പല്ലേപ്പീരും നഖം വെട്ടലും നടക്കാൻ കൊണ്ടുപോക്കലും ഒക്കെ ചെയ്യുന്നതും ഇവന്മാരൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവന്മാരെന്ന് വെച്ചാൽ ഇമ്മാനുവൽ മെയിൻലി. അപ്പോൾ അവളുടെ കാര്യമൊക്കെ റെഡിയാക്കി ഞാൻ പട്ടിയുടെ ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴും കൈയൊക്കെ കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ. കാരണം നമുക്കറിയില്ലല്ലോ ആ ഫുഡിൽ അതിങ്ങനെ നമ്മൾ ഇതായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഫുഡല്ലേ. അവൾക്ക് അവളുടെ കിബിൾസ് തന്നെയാണ് കേട്ടോ എപ്പോഴും കൊടുക്കുക. പിന്നെ എല്ലാവരും കഴുകി റെഡിയായി പല്ലൊക്കെ തേച്ച് വന്നു. ഭക്ഷണം ഇഡ്ഡലിയും
ഞാൻ ചമ്മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ജസ്റ്റ് സാധാരണ തേങ്ങാ ചമ്മന്തി. പിന്നെ ഇവർക്ക് 2 പേർക്കും എഗ്ഗ് കൊടുത്തു. അപ്പം നമ്മളെല്ലാ മീലിലും ചെറിയ ചെറിയ മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ പിള്ളേരുടെ ലൈഫിലോട്ടും കൊണ്ടുവന്നില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇവർക്കും ഞാൻ എല്ലാ മീൽസിലും 3 മീലുണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇത് 3ലും എന്തെങ്കിലും തരത്തിലുള്ള പ്രോട്ടീൻ ആഡ് ചെയ്യാൻ നോക്കും. മോർണിംഗിൽ മിക്കവാറും എഗ്ഗ് തന്നെയാണ് കേട്ടോ ചെയ്യുക. അതിൽ ഇവർ 2 പേരും നല്ല ആക്റ്റീവായിട്ടുള്ള ഇതുമാണ്, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോട്ടീൻ ഓവർലോഡൊന്നും വരില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ചിക്കൻ, എന്തെങ്കിലും ഫിഷ്, എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും. ഇനിയിപ്പം ഭക്ഷണം കഴിച്ചാൽ അവനവൻ്റെ പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അവധിയല്ലേ, എല്ലാവരും ഒത്തുപിടിച്ചാലല്ലേ മലയും പോരുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോയെന്നറിയില്ല, പക്ഷെ ഞാൻ വളരെ ക്ലിയറായി, ഒട്ടും ഇങ്ങനെ എന്താ പറയുക, പുറുപുറുത്തോ ശബ്ദമില്ലാതെയൊന്നുമല്ല. ഞാൻ ഉറക്കെ തന്നെ 3 പേരെ ഇരുത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ജോലി എടുക്കാതെ നമുക്ക് സെർവ് ചെയ്ത് തരാൻ വേറെ ആൾക്കാരില്ലാത്തിടത്തോളം കാലം നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും ചെയ്യണം. ഞാൻ ഒരു ഫുൾ ടൈം വർക്കിംഗ് മദറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതെനിക്ക് വേണം, അങ്ങനെ തന്നെ എനിക്ക് ജീവിക്കണം. അപ്പോൾ ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്നത് എൻ്റെ അവധിയാണ്, വെക്കേഷൻ. ഐ ഗെറ്റ് 3 months ഓഫ് വെക്കേഷൻ എല്ലാ വർഷവും കിട്ടുന്നത് എൻ്റെ വെക്കേഷൻ. അത് ഇവിടെ എല്ലാവർക്കും ജോലി എടുത്ത് തരാനല്ല എന്നും അവരവരുടെ കാര്യം ചെയ്യണം. അതല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടിച്ചു വാരുക, പാത്രം കഴുകുക, തുടയ്ക്ക പിടിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് നിർത്താം. എന്ത് വേണം എന്നൊക്കെ തീരുമാനിക്കാൻ ഞാൻ ഇടയ്ക്ക് നല്ല ഡയലോഗൊക്കെ അടിക്കും കേട്ടോ. പക്ഷേ അതുകൊണ്ട് ഡയലോഗ് അടിക്കുന്നതുകൊണ്ടൊന്നും അല്ല, നമ്മൾ വന്ന് തുണി ഇളക്കിയിടാനിട്ട്, പാത്രം കഴുകാനിട്ട് എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ചെയ്തോളും. അപ്പോൾ ഐസക്കിന് വലിയ ഇഷ്ടമാണ് കേട്ടോ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഇൻഡിപെൻഡൻസ്. ഇന്നലെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ബാഗും കാര്യങ്ങളൊക്കെ, ഇനിയിപ്പോൾ ബാഗിൻ്റെ ആവശ്യമില്ല, അത് പകുതി സാധനം ഗാർബേജാണ്. പിന്നെ തീരാറായ സോപ്പ് കൊണ്ട് കളയുക, പുതിയ സോപ്പ് എടുത്തുകൊണ്ട് വരിക, അതൊക്കെ ചെറുത് ചെയ്യുന്നുണ്ട്. വലിയവൻ അവൻ്റെ റൂം വൃത്തിയാക്കൽ, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഐസക്കും കൂടെ കോസ്കോയിൽ പോയി കുറച്ച് നാരങ്ങ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വെക്കുന്ന ഗ്രീക്ക് യോഗട്ട്. ഞാൻ വീട്ടിലുണ്ടാക്കാറുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിൻ്റെ പ്രോട്ടീൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതല്ലെങ്കിൽ എനിക്ക് ഫെയർ ലൈഫിൻ്റെ ഹൈ പ്രോട്ടീൻ മിൽക്ക് വേണം, അതിപ്പോൾ കിട്ടുന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ കോസ്കോയുടെ ഈ ഒരു ഗ്രീക്ക് യോഗട്ട് തന്നെ മേടിച്ചു. 17 grams ഓഫ് പ്രോട്ടീൻ ഉണ്ട് എൻ്റെ 3/4 കപ്പിൽ, 3/4 കപ്പിൽ അത്രയും 17 grams പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു പ്രോട്ടീൻ പൗഡർ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ റിച്ച് ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഞാൻ ബോൺലെസ് സ്കിൻലെസ് ചിക്കൻ തൈസാണ് മേടിച്ചത്. അപ്പോൾ നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കും അതിൻ്റെ മീറ്റ്. നമുക്ക് എന്ത് കറി വെച്ചാലും ബേക്ക് ചെയ്താലും ഒക്കെ. എഗ്ഗ് ഇപ്പം ഞാനിപ്പോൾ മേടിച്ചൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് മേടിക്കേണ്ട തീർന്നു പോകണ കുറച്ച് സാധനങ്ങളാണ്. കുറച്ച് മുന്തിരിങ്ങ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കിൻവ സാലഡാണ്. ഞാൻ അധികം മേടിക്കാറില്ല, നമ്മൾ ഉണ്ടാക്കുക ചെയ്യുക എന്തെങ്കിലുമൊക്കെ സാലഡ് ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ്, ഇത് കുറേ കാര്യങ്ങളായപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ, എന്തൊക്കെ പണിയുണ്ട്. അതുകൊണ്ട് ഞാനൊരു കിൻവ സാലഡ് ഒരു ബാക്കപ്പിന് വേണ്ടി മേടിച്ചു വെച്ചു. ഇത് കോക്കനട്ട് 3 ingredients ഉള്ളെന്ന് പറഞ്ഞു. കോക്കനട്ട്, കുറച്ച് ടപ്പിയോക്ക, കുറച്ച് വേറെന്തോ ഒരു സാധനം ഉള്ള ഒരു ഡയറി ഫ്രീ ആയിട്ടുള്ള നോ ഷുഗർ ആഡഡ് യോഗട്ടാണ് അത്. ഞാൻ ഐസക്കിന് കുറച്ച് ഡയറി ഫ്രീ, ഇവർക്ക് 2 പേർക്ക് ഐസക്കിന് ഇമ്മാനുവലിനും ഇൻടോളറൻസ് ഉണ്ട് ഡയറി പ്രോഡക്ട്സ്. ഇവർ പാല് ഉൽപ്പന്നങ്ങൾ അധികം കുടിക്കാറില്ലെങ്കിലും ചീസ്, പിന്നെ ഇവർ എപ്പോഴും ഈ സ്മൂത്തി ഉണ്ടാക്കുന്നതിനകത്ത് സാധാരണ യോഗട്ടൊക്കെ ഇടും. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവർക്ക് എങ്ങനെയുണ്ടെന്ന്. നല്ല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ക്രീമി കോക്കനട്ട് ടേസ്റ്റാണ്. അപ്പം ഇനി സ്ഥിരമായിട്ട് മേടിക്കണോ വേണ്ടോ എന്നൊന്നും ആലോചിച്ചിട്ടില്ല, പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ട്രൈ എടുത്തോളം ഇഷ്ടപ്പെട്ടു. നമ്മുടെ കോസ്കോ ഇതിപ്പോൾ ഞാൻ കോസ്കോ എന്നാട്ടോ സാധനങ്ങൾ മേടിച്ചത്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ, വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു. സാധനങ്ങളെടുത്ത് വെച്ചു. അവരെടുത്ത് വെക്കണ സമയത്ത് ഞാൻ ഇവർക്കുള്ള ലഞ്ച്, അപ്പോൾ ഇന്ന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു, ലഞ്ചിന് അവർക്ക് ബ്രോക്കളിയും ചിക്കനും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ബേക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു. അതായത് 10 മിനിറ്റ് എയർ ഫ്രൈയില്ല, 15 മിനിറ്റ് 10 മിനിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ടു. പിന്നെ നമുക്ക് ബ്രോക്കളി ഞാൻ ഇത്തിരി എന്താ പറയുക, ഓനിയൻ ഗാർലിക് പൗഡറും ഒരു ലേശം ഉപ്പും ഒക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്ന് എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി, എയർ ഫ്രൈയോ ബേക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എനിക്കൊന്നിപ്പോൾ എയർ ഫ്രൈയിൽ ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു. 10 മിനിറ്റ് 400 ഡിഗ്രി ഫാരൻഹൈറ്റിലിട്ടിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ ഇട്ടത് കറക്റ്റാണോ എന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വന്നതാണ് ഒരുത്തൻ. അപ്പോൾ ഇവൻ എന്തോ കളിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് ഗെയിമാണ് കളിക്കുന്നെങ്കിൽ ഞാൻ ഇടയ്ക്ക് പോയി നോക്കും. പിന്നെ യൂട്യൂബിൽ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ എനിക്കും കേൾക്കാം. ഇപ്പോൾ സ്കൂൾ അടച്ചതിൻ്റെ ആ ദിവസമല്ലേ, കുറച്ച് നേരം അവരവരുടെ ജീവിതം അങ്ങ് എൻജോയ് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആ കിൻവ സാലഡ് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ട്യൂണ ഫിഷും ബ്രോക്കളിയൊക്കെ ആയിട്ട് നല്ലൊരു ഹെൽത്തി ബൗൾ ആക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇവന്മാർക്ക് നമ്മുടെ ചിക്കനും ബ്രോക്കളിയൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇമാനുവലിൻ്റെ അടുത്ത് എനിക്ക് ഈ ക്യാൻ തുറക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ട്യൂണ ഫിഷ് ഇൻ വാട്ടർ അങ്ങനത്തെ ക്യാൻസാണ് മേടിക്കുക. അപ്പോൾ ഇത് തന്നെ ഇതൊരു 100 ഗ്രാംസിൽ നല്ല ഒരു 30 ഗ്രാമിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഉണ്ട് കേട്ടോ ആ ഒരു ട്യൂണയിൽ. പിന്നെ കുറച്ച് കിൻവ സാലഡ്. ഇത് എന്താ പറയുക, ഇതിനകത്ത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. കിൻവ വേവിക്ക് തണുപ്പിക്കുക. പിന്നെ കുക്കുംബർ, സലാൻഡ്രോ, കുറച്ച് മൂങ് ദാൽ ഉണ്ട് അതിനകത്ത്, സ്പ്രൗട്ടഡ് മൂങ് ദാൽ, തക്കാളിയൊക്കെ ഇട്ടിട്ട് സാലഡാക്കി എടുക്കാം. ഇത്തിരി വിനെഗറും ഒഴിക്കാം. നമ്മൾ ആപ്പിൾ സൈഡർ വിനെഗറോ നാരങ്ങ നീരോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. പക്ഷെ ഉണ്ടാക്കി വെക്കാനൊക്കെ ഉള്ളത് മടി. ഇതൊക്കെ പല സ്റ്റെപ്പ് ചെയ്യണമല്ലോ. അപ്പം ഇടയ്ക്കിങ്ങനെ നമ്മളൊന്ന് ലൈഫ് എളുപ്പമാക്കണമല്ലോ. ഞാൻ ഈ അടുപ്പത്തു നിന്ന് ഇങ്ങനെ സാധനം എടുക്കുന്നതാണ് എൻ്റെ പിള്ളേർക്ക് ഞാൻ എന്തോ ഒരു സൂപ്പർ ഹീറോ ആണെന്നൊരു തോന്നല. ഞാൻ സൂപ്പർ ഹീറോ ആകാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് മടിയായിട്ടാണ്. ഇപ്പം നിങ്ങളോടൊന്നും ഇത് പരീക്ഷിച്ച് നോക്കരുത്. പക്ഷെ എന്നാലും ഇവർ പരീക്ഷിച്ച് നോക്കി കൈ ചെറുതായിട്ട് പൊള്ളുമ്പോൾ അറിയാം, ഇത് ഇവർക്ക് തള്ളയ്ക്ക് പ്രാന്തായിട്ടാണ് ഈ ചൂടലിൽ കയറുന്നതെന്ന് അവർക്ക് അറിയാം കേട്ടോ. എന്നാലും എന്നെ കളിയാക്കും, എന്തിനാ അമ്മ ഇങ്ങനെ ചൂട് സാധനത്തിൽ കയറുന്നത്, എന്തിനാണെന്നും എനിക്കറിയില്ല. ഇതാണ് എൻ്റെ ഫുഡ്. ട്യൂണ, കിൻവ സാലഡ്, അതിൻ്റെ സൈഡിൽ ബ്രോക്കളി ബേക്ക് ചെയ്തത്. ഇത് ഞാൻ കഴിക്കാനെല്ലാം എടുത്ത് വെച്ചു, അവരുടെ ഫുഡും എടുത്ത് വെച്ചു. അപ്പോൾ അവർ എല്ലാം കൈയും കാലും കഴുകി റെഡിയാകാൻ വരുന്ന സമയത്ത് ഞാൻ ചിക്കൻ കുറച്ച് മാരിനേറ്റ് ചെയ്തത് ഇരിക്കുന്നുണ്ടായിരുന്നേ. അത് ഞാൻ പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാൻ വെച്ചു. കാരണം തോമസ് 4 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ നല്ല റെഡി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഡിന്നർ കഴിക്കുന്ന ഒരു 5-6 ഇടയ്ക്ക് ആ സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ ഇപ്പോഴേ അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഡി ആയിക്കോളും. ഇനി കുറച്ച് നേരം നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ആ സമയത്ത് ഞാൻ ഡിവൈസും പാട്ട് ഓഫ് ചെയ്യാം. ഇവിടെ ഫുൾ ടൈം ഈ ബേഗിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പാട്ടുകളില്ലേ, എൻ്റെ തന്നെ നമ്മളതിന് തല അടിച്ചു പോകും കേട്ടോ. എനിക്കാണ് ഒന്നാമത് ഒരു മ്യൂസിക്കൽ സെൻസ് ഇല്ല. ഈ തോമസ് ഈ 80 തൊട്ടുള്ള 80-90 പാട്ടുകൾ, മലയാളം പാട്ട് എനിക്കിഷ്ടം. അതിനേക്കാളും പഴയ പാട്ടും അതല്ലേ ഈ ഭയങ്കര റോക്ക് അങ്ങനത്തെ പോപ്പ് മ്യൂസിക്കൊക്കെ ഇടുമ്പോൾ എൻ്റെ തലയിൽ ആരോ കൂടം വെച്ച് അടിക്കണ പോലെയാണ് കേട്ടോ. അപ്പോൾ തോമസിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടം പാട്ട് കേൾക്കണം. അതുപോലെ തന്നെ ഈ പിള്ളേരും. ഇതെങ്ങനെ ഈ പാട്ട് കേൾക്കാൻ എനിക്കിഷ്ടമില്ലെന്നല്ല പറയാം, എനിക്ക് എൻ്റേതായ ഒരു ഇതല്ലാത്ത കേട്ടാൽ എനിക്കിങ്ങനെ കണ്ണിക്കൂടൊക്കെ ഒരു എന്താ പറയുക, രക്തം വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എന്തായാലും അവന്മാരെന്നാൽ അത് താഴെ ഇട്ട് അത് കേൾക്കുക ഭക്ഷണം കഴിച്ചതിന് ശേഷം. അപ്പം ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിച്ചിട്ട് അധികം പെട്ടെന്ന് തന്നെ കിടക്കില്ല. ഞാനിപ്പോൾ പറഞ്ഞില്ല, ഞാനൊരു ലൈഫ് സ്റ്റൈൽ കോച്ചിങ്ങും ഹെൽത്ത് കോച്ചിങ് എടുക്കേണ്ടെന്ന്, എക്സസൈസും ഇതും വേറെ എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ടപ്പേന്ന് പോയി ഇരിക്കുക, കിടക്കുക ചെയ്യുന്നത് കഴിവതും അവോയ്ഡ് ചെയ്യുക. വർക്ക് ചെയ്യുന്ന ദിവസങ്ങളാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ബിൽഡിങ്ങിൽ കൂടെ തന്നെ ഒരു 15 മിനിറ്റ് കയറി ഇറങ്ങി സ്റ്റെപ്പ് കയറി ഇറങ്ങി നടക്കുക. എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു വിയേർഡായിട്ടുള്ള, നമ്മൾ ആരും കേൾക്കാത്ത കാര്യമൊന്നുമല്ല. കോളേജിൽ അങ്ങനെ ചെയ്യുമ്പം എല്ലാവരും ഭക്ഷണം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരും, ഞാൻ 12:30 നടക്കാൻ പോകേണ്ട ആരെങ്കിലും വരുന്നുണ്ടോ, ഞാൻ ലഞ്ചിന് ശേഷം നടക്കാൻ പോകേണ്ട ആരെങ്കിലും വരുന്നുണ്ടോ. നമുക്ക് എപ്പോഴും ഒരു കമ്പനി ഉണ്ടാവും. വീട്ടിലങ്ങനെ കമ്പനി ഇല്ലല്ലോ. പിന്നെ പിള്ളേരെന്ന് പറഞ്ഞാൽ കുത്തിയിരിക്കില്ല, ഇവർ ചാട്ടോട്ടം തന്നെ ആയതുകൊണ്ട് ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബെഡ് മേയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനൊരു കട്ടിലിലെ തുണി ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ കട്ടിലൊക്കെ ഒന്ന് മേക്ക് ചെയ്ത് വരുന്നത് തന്നെ ബോഡി നല്ലോണം ഒന്ന് ആടിയോലയും. പിന്നെ ഞാനത് ഒരു ലോഡ് തുണി അലക്കാൻ രാവിലെ ഇട്ടുണ്ട്, അതെടുത്ത് വെച്ച് അടുത്ത തുണി അലക്കാൻ വെച്ചു. ഇതും അലക്കാനുള്ള താഴെ കൊണ്ട് വെച്ചു. അങ്ങനത്തെ കുറച്ച് പണി ചെയ്തു. പിന്നെ ഇത് ഇവിടുന്ന് നേരെ താഴെ കണ്ടില്ലേ, അവിടെ ഒരു 5 മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല സുഖമായി. ഉച്ച കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഫോൺ വിളിയും കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ കൂട്ടത്തിൽ കുറച്ച് ഗെയിമും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ ജിമ്മിൽ പോയി. സമയത്ത് 4 തോമസ് നേരെ ജിമ്മിലോട്ട് വരും കേട്ടോ. അപ്പം ഞാനും അവിടെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയി. അപ്പം എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക, തോമസിന് എന്നെ കൊണ്ട് പോകുമ്പോഴത്തേന് ഭയങ്കര ഭരണമാണേ. ഈ വലിയ കിലോയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പൊക്കാൻ പറയും. എനിക്ക് കൊണ്ട് അത് സാധിക്കത്തില്ല. അപ്പം ഞങ്ങൾ പിണങ്ങി. ഞാൻ പോയിട്ട് സ്ട്രെച്ച് ഏരിയയിൽ പോയിട്ട് എനിക്ക് കുറച്ച് ഇതിനിടയ്ക്ക് ഒരു നെർവ് കംപ്രഷൻ വന്നു കേട്ടോ. ഈ ദിവസങ്ങളിൽ തന്നെ കഴിഞ്ഞ 1-2 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നെർവ് കംപ്രസ്ഡായി ER പോയി.
പിന്നെ പിറ്റേ ദിവസം തന്നെ എമർജൻസി ആയിട്ട് തന്നെ ഫിസിയോ ഭാഗ്യത്തിനൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. ഫിസിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മാറി. അപ്പോൾ പിന്നെ കുറേ അവർ വീട്ടിൽ ചെയ്യാൻ വേണ്ടി കുറേ തന്നു വിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഞാൻ ഡിസ്ക് ഇഷ്യൂ ആണല്ലോ ആയിരുന്നു ആണ്, പക്ഷേ വലിയ കുഴപ്പമില്ല. എന്തായാലും എക്സസൈസൊക്കെ ചെയ്യണം എന്നുള്ള രീതി തന്നെയാണ്. അപ്പോൾ അതിനുള്ള സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി. പിന്നെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആക്കി വെക്കണം. നമ്മൾ മേടിച്ച മുട്ടയൊക്കെ എടുത്ത് വെച്ചു. കുറച്ച് കടല വെള്ളത്തിലിട്ടു. നാളെ ഇപ്പം ഞാൻ ഇവർക്ക് ഇടിയപ്പത്തിൻ്റെ പുതിയ അച്ചു മേടിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അതിനുള്ള നമ്മുടെ ആ ഒരു ചുമന്ന കടലയുണ്ടല്ലോ, അത് വെള്ളത്തിൽ ഞാൻ ഇട്ടിട്ട് എങ്ങനെ വെച്ചാൽ ഇപ്പം നല്ലോണം കഴുകി വെള്ളത്തിലിട്ടിട്ട് ഇൻസ്റ്റപ്പോട്ടിൽ ടൈമറിലിട്ട് വെക്കും. രാവിലെ 5:30 ഈ ഇൻസ്റ്റപ്പോട്ട് വർക്ക് ചെയ്യുന്ന പോലെ അതിൻ്റെ ഡിലേ സ്റ്റാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 6:30 അല്ലെങ്കിൽ എപ്പോഴാണോ എണിറ്റ് വരുമ്പോൾ ഇത് വെന്ത് അതിൻ്റെ ഗ്യാസൊക്കെ പോയി അവിടെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അരിഞ്ഞു വെക്കാനുള്ള സാധനങ്ങൾ അതിനകത്ത് ഇടാനുള്ളതൊക്കെ അരിഞ്ഞു വെക്കാനുണ്ടെങ്കിൽ വെക്കാം. പക്ഷേ എന്താ പറയുക, അത് നമ്മുടെ ആ ഓരോ ദിവസത്തിൻ്റെ സൗകര്യം അനുസരിച്ച് ഞാൻ ഉപ്പിട്ടാട്ടോ പുഴുങ്ങി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ അത് ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാമല്ലോ. പ്രത്യേകിച്ച് നമ്മളെന്തെങ്കിലും ഡയറ്റൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്കൊക്കെ പോലെ കഴിക്കണേ. കുറച്ച് ഇങ്ങനെ കടലയൊക്കെ ഉപ്പിട്ട് വേവിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങയിട്ട് കഴിക്കാം. അങ്ങനെ ക്രിയേറ്റീവായിട്ട് കുറച്ച് സ്നാക്കിങ് ഐഡിയാസൊക്കെ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. ഡയറ്റ് എന്ന് പറയുമ്പോഴല്ലോ, അത് പ്രത്യേകിച്ച് അമ്മമാർ ഡയറ്റ് ചെയ്യുമ്പം നമുക്ക് എനിക്ക് ഏറ്റവും വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മളെല്ലാവർക്കും കുക്ക് ചെയ്യുമ്പോൾ നമുക്കും വേറെ ആക്കണമെന്ന്. എല്ലാവർക്കും കുക്ക് ചെയ്യുന്നതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് ക്രിയേറ്റിവിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അങ്ങനത്തെ വീഡിയോസ് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും ഇന്ന് തന്നെ കണ്ടില്ലേ, ഞാൻ ആ കിൻവ സാലഡ് മേടിച്ചു, ഇവർക്കും കൊടുത്തു, ഞാനും കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് ചോറ് കൊടുക്കുക അല്ലെങ്കിൽ ബ്രെഡഡ് ചിക്കൻ കൊടുത്തപ്പോൾ ഞാൻ മറ്റേ ചൂണ കഴിച്ചു. അങ്ങനത്തെ ഈസി റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കുറേ അവിയൽ പോലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഗുണപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ കാനഡയിൽ സെറ്റിലായിട്ടുള്ള ഒരു മലയാളി ഫാമിലിയാണ്. സാധാരണ ഒരു ഫാമിലി പുറത്ത് പ്രവാസികളായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ഡെയിലി റുട്ടീൻസും വർക്കിംഗ് മം ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈപ്പ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു വീഡിയോസൊക്കെ കണ്ടു നോക്കണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ഇട്ടുടനെ വരും വരെ ബൈ ബൈ.